എലിയാസർ പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. 90-ാം വയസ്സിൽ ഒരാൾ മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യമാണ്, നമ്മുടെ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. അവരോട് സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരാണ് പറയണേ, സാധാരണ മാംസം തരാം, പന്നി മാംസമാണെന്ന് പറഞ്ഞ് ഭക്ഷിച്ചാൽ മതി, എന്നിട്ട് അങ്ങേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. എലിയാസർ പറയുന്ന കാര്യമാണ്, 90-ാം വയസ്സിൽ ഈ അഭിനയം നമ്മുടെ പ്രായത്തിന് ചേർന്നതല്ല. അഭിനയിക്കാനല്ല, ശരിക്കും അവൻ്റെ മുൻപിലൊന്ന് ജീവിതം സമർപ്പിച്ച് ഒരു ജെന്യുവിനായിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. സുവിശേഷത്തിൽ അത് തന്നെയാണ് സഖ്യവൂസ് ചെയ്യണത്. കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. മാനസാന്തരമൊക്കെ ഇതാണ്. അവൻ്റെ മുൻപിൽ ഇനി ഒരിക്കലും അഭിനയിക്കാനല്ല, അവനെ ജീവിക്കാനായിട്ടൊരാൾ തീരുമാനിക്കുന്നിടത്താണ് ജീവിതം അവന് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറണത്. ശരിക്കും മാനസാന്തരത്തിലേക്ക് മനുഷ്യർ വന്ന് ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നു. ഡാനിയേൽ പറഞ്ഞ ഒരു ഉദാഹരണം ഓർമ്മയുണ്ട്. കള്ളുകൂടി നിർത്താനായിട്ട് ധ്യാനത്തിന് പോകുന്നൊരു മനുഷ്യൻ, അയാൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണുണ്ട്. തിരിച്ചു വന്നിട്ട് വീട്ടിൽ വെച്ചിരുന്ന കുപ്പിയൊക്കെ വാഷ് ബേസിനിൽ കമിഴ്ത്തിക്കളയാൻ തുടങ്ങി. അത് കമിഴ്ത്തുന്നതിന് മുൻപ് ഭാര്യ വന്ന് പിടിക്കുന്നുണ്ട്, എന്തായി കാണിക്കണേ? അയാൾ പറയുന്നുണ്ട്, അത് ഞാൻ എന്തായാലും കുടി നിർത്തി, ഇനി കുടിക്കുന്നില്ല, നമുക്കത് നിങ്ങൾ കളഞ്ഞേക്കാം, ഇതിന് ഇനി ആവശ്യമില്ല, ചെകുത്താൻ്റെ മൂത്രം എന്നാണ് അതൊക്കെ പറഞ്ഞേക്കണേ. ഭാര്യ പറയുന്നത്, നിങ്ങൾക്ക് വട്ടുണ്ടോ? എത്ര രൂപയുടെ മുതലാണെന്നറിയാമോ? ഇത് നിങ്ങൾ കുടിക്കുന്നില്ലെങ്കിൽ വേണ്ട, കളയണ്ട, നമുക്ക് ആങ്ങളേക്ക് കൊടുക്കാം. നമ്മുടെ മാനസാന്തരമൊക്കെ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഒന്ന് ശരിയാക്കണം, എന്നിട്ട് വീടിന് ഇഷ്ടമുള്ള വിധത്തിൽ, മനുഷ്യർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ, ആരെയും വേദനിപ്പിക്കാത്ത വിധത്തിൽ, എല്ലാവരോടും ചേർന്ന് പോകുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. അതല്ല പറയണത്, ഈ പ്രായത്തിൽ നമ്മുടെ അഭിനയം നമുക്ക് ചേർന്നതല്ല എന്ന് എലിയാസർ പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ വെച്ച് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും, പക്ഷേ സർവശക്തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല.